എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് മാർച്ച് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ കണ്ട് നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് മാർച്ച് 2026. Six of Wands, Five of Pentacles, Knight of Wands, Emperor energy, Page of Wands, Five of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം, അതായത് ഫസ്റ്റ് 6 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ 6 of Wands എനർജി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്, നല്ലൊരു അക്കംപ്ലിഷ്മെൻ്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോട്ട് സീയിങ് ആൻ ഐ ഫോർ ആൻ ഐ. ഇപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചു മറുപടി കൊടുക്കണം എന്നുള്ളൊരു ചിന്തയോ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. നമ്മൾ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു രീതി, അവർക്കുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കനുസരിച്ചിട്ട് ധർമ്മദേവൻ അവർക്കുള്ള മറുപടി കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. കാരണം ഇവിടെ മനസ്സിലൊരു ഈർഷ്യ, ദേഷ്യമൊക്കെ സൂക്ഷിക്കുന്ന രീതി കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള സക്സസ്സിനെ തടയുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ്, ഇറ്റ്സ് ടൈം ടു മൂവ് ഫോർവേഡ് ഇൻ ലൈഫ്. ജീവിതം നിങ്ങൾക്ക് എന്താ പറയുക, തന്നിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തന്നിരിക്കുന്ന സന്തോഷം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന സന്തോഷം ആസ്വദിക്കുക. ടേക്കിംഗ് ടൈം ടു സീ യുവർ ഓൺ റേഡിയൻസ്. അതേപോലെ തന്നെ നോ വൺ ഇൻ ദിസ് വേൾഡ് ഹാസ് യുവർ മാജിക്. നിങ്ങൾക്ക് ഉള്ള ആ ഒരു പ്രത്യേക കഴിവ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു മാജിക്, മറ്റാർക്കും ഈ ലോകത്തിലില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് നിങ്ങൾ പരക്കം പായുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ ഏറ്റവും ആദ്യം ഇമ്പ്രസ് ചെയ്യേണ്ട വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ മറ്റുള്ളവരുടെ ഇതിന് മുമ്പിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാനോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റാനോ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്കുള്ള കഴിവുകൾ വേറെ ആർക്കും ഇല്ല. അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ടേക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ച് പറ്റുന്ന രീതിയിലേക്കല്ലാതെ ശ്രമിക്കുക. നിങ്ങൾ സക്സസ്ഫുൾ ആണ്, ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുന്ന സമയമാണ്. അതേപോലെ പേരും പ്രശസ്തിയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതേപോലെ തന്നെ 5 of Pentacles എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, സാമ്പത്തികമായിട്ടുള്ള നേട്ടവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ശ്രമിച്ചിട്ട് സാമ്പത്തിക നേട്ടം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വ്യക്തി, ആ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ബാഹ്യമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ കണ്ടിട്ട് അതൊക്കെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെയുള്ള അതൊക്കെ തന്നെ വേണം എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നതും, നിങ്ങളുടെ ജീവിതത്തിൽ ധനം സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ജോലി സമ്പാദിക്കുന്നതിനോട് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നില്ല. മറിച്ച് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് എവിടെയാണ്? മറ്റു വ്യക്തി, ആ വ്യക്തിയുടെ ലെവലിലേക്ക് നിങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള വ്യക്തികളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ ഇന്നലേക്കാളും ഒരുപടി മുമ്പിൽ ഇന്ന് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഒരു സമ്മാനം സ്വയം മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എനർജി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം. 5 of Pentacles എനർജിയാണ്. അപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്ത ആളുകളുടെ മുമ്പിൽ വലിയൊരാളായി തീരണമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ, റിവെഞ്ചൊക്കെ ഉണ്ടാവാം. പക്ഷെ അവരെ നോക്കിയിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ നിങ്ങൾക്കത് എന്താണ് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഒരു പടി മുന്നിലെത്തിയാലും നിങ്ങൾ അത് ശ്രദ്ധിക്കില്ല, അവരുടെ അത്രയും എത്തിയിട്ടില്ല എന്ന് നിങ്ങൾ കമ്പയർ ചെയ്യായിരിക്കും. അപ്പോൾ ആ കമ്പയർ ചെയ്യുന്ന രീതി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പടി മുമ്പിലെത്തിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എനർജി, 5 of Pentacles എനർജി ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫിൽ ഏതൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം 5 of Pentacles എനർജി, സ്കാർസിറ്റി മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് മാറ്റിവെക്കാം. നിങ്ങളൊന്നുമല്ല വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ എന്നുള്ള ചിന്ത മാറ്റിവെക്കാം. സ്വയം പിറ്റി ചെയ്യാതിരിക്കുക, ഹെൽപ്ലെസ് ഫീൽ ചെയ്യാതിരിക്കാം. നിങ്ങൾ നല്ലൊരു രീതിയിൽ തന്നെയാണുള്ളത്, എന്നിട്ടും ഈ ഒരു ചിന്ത, അപകർഷതാബോധം, ഇതൊക്കെ മാറ്റിവെക്കാം.
ചില ആളുകൾ നിങ്ങളെ അവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ളൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ചേരാൻ ശ്രമിക്കുക. അല്ലാതെ എവിടെയാണോ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്തത് അവിടേക്ക് പോവുകയല്ല വേണ്ടത്, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതാണ്. അതേപോലെ നൈറ്റ് ഓഫ് ഫോൺസ് എനർജിയാണ്, വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഫലം ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്താൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഫലം നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ആ ഒരു പാഷൻ, നിങ്ങളുടെ കറേജ്, നിങ്ങളുടെ പാഷൻ എന്താണോ അതിന് പുറകെ പോയാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നല്ലൊരു പാഷനേറ്റിലായിട്ടുള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് അതിൽ സെറ്റിൽ ആവാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണോ അതിലേക്ക് പോവുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചിലപ്പോൾ പാരൻസ് ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും സുഹൃത്തുക്കളായിരിക്കാം. ഒരു കോഴ്സ് എടുക്കുമ്പോൾ പൊതുവെ ആളുകൾ പറയുന്നതൊക്കെ ഇത് കേട്ടിട്ടുണ്ട്, സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. കാരണം ഇതിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ ഇതിൽ പഠിക്കുക, അല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് നോക്കിയിട്ടല്ല പഠിക്കുന്നത്. സ്കോപ്പ് കാരണം ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക്, അതായത് 90 അല്ലെങ്കിൽ ഒരു 50% ആളുകൾക്ക് ജോലി കിട്ടിയ കോഴ്സാണോ ആ കോഴ്സിൽ ഉടനെ ചേരും. അല്ലാതെ ആ കോഴ്സ് പഠിച്ചതുകൊണ്ട് മാത്രമാണ് ജോലി കിട്ടുന്നത് എന്നാണ് ആളുകളുടെ ചിന്ത. അത് ഓരോ വ്യക്തിയുടെയും കഴിവാണ്. ആ കോഴ്സ് പഠിച്ച ആ വ്യക്തിക്ക് അതിൽ കഴിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ന കാര്യത്തിൽ കഴിവുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ ആ കാര്യത്തിൽ നിങ്ങൾക്ക് കഴിവും കൂടി ഉണ്ടോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അതിലേക്ക് നിങ്ങൾ പോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റൊരാൾ പറയുന്ന അനുസരിച്ചിട്ടില്ല. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള ഹാർഡ് വർക്ക്, അതായത് ഒരിടത്ത് ഇരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കണം. പണിയെടുക്കുന്നത് ആക്റ്റീവായിട്ടിരിക്കുന്നത് നല്ലതാണ്, പക്ഷേ ആവശ്യത്തിൽ കവിഞ്ഞ് വർക്ക് ചെയ്യാതിരിക്കുക. ഇപ്പോൾ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാം. ഈ വീട്ടമ്മമാർക്കാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്ന റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഏത് നേരവും പണിയെടുക്കേണ്ട ആവശ്യം ഇല്ല. എല്ലാവർക്കും ലൈഫിൽ റിലാക്സ് ചെയ്യേണ്ടുന്ന സമയമുണ്ട്. അതേപോലെ എംപറർ എനർജിയാണ്. ഇവിടെ എംപറർ എനർജി കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലിയേ ഉണ്ടാവില്ല, നിങ്ങളൊരു വീട്ടമ്മയായിരിക്കും, ഇപ്പോൾ റിട്ടയർ ആക്കി നിൽക്കുന്ന വ്യക്തിയായിരിക്കും, ഇവനൊരു വിദ്യാർത്ഥിയായിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരു ഉയർന്ന വലിയൊരു സ്ഥാനത്തേക്ക് എത്തുന്നതാവും. നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് എന്തോ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ എവിടെയാണോ ഒന്നുമല്ലാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒത്തിരി ഉയരത്തിലേക്ക്, ഒരു മാനേജറൽ പൊസിഷൻ, ഹയർ ലെവലിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു. നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് വൈസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഹെൽത്ത് വൈസ് നിങ്ങൾ ഒത്തിരി ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. മാനസിക ആരോഗ്യമാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുക. അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി, നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. കൂടെ നിൽക്കുന്ന ആളുകളും പ്രഷർ വരുന്നുണ്ടോ ഒത്തിരി. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ പാരൻസ് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യാൻ പഠിക്കാൻ, അല്ലെങ്കിൽ ജോലിയിൽ മുന്നേറ്റം, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകൾ. നിങ്ങൾ ചിലപ്പോൾ വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ വീട്ടിലെ പ്രാരബ്ധം കൊണ്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ വീട്ടിലുള്ളവർ അത് ഇത്. പിന്നെ പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങളൊരു വലിയ വീടൊക്കെ വച്ചിട്ടുണ്ടാവാം. അത് നേരത്തെ ഒരു തീരുമാനം എടുത്തൊരു കാര്യമാണെങ്കിലും ഇനിയെങ്കിലും പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ ഇന്നൊരു അത്യാവശ്യത്തിന് ഇത് വേണം, ഒരു കാറ് വീട്ടിൽ എന്തായാലും വേണം എന്ന് ചില ആളുകൾ പറയും. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ എന്താണോ ഉണ്ടായിരുന്നത് അപ്പോഴും ജീവിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കും ഒരു പ്രശ്നമില്ലാതെ. അപ്പോൾ അങ്ങനെ പല പല ആഗ്രഹങ്ങളും പലരും പറയും. അപ്പോൾ കരച്ചിലും പിഴിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. അതിലൊന്നും വീണ് പോകാതെ നിങ്ങളിപ്പോൾ എന്താണോ ഉള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് തീർക്കാനുള്ള എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ അത് തീർത്തതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക്, ചെറിയൊരു രീതിയിലാണെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. ചില സമയങ്ങളിൽ നിങ്ങൾ സ്വന്തം എന്ന് കരുതുന്ന ആളുകൾ കുറച്ച് സ്വാർത്ഥരായി പോകും. അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങളുടെ സങ്കടങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവും. പണം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരിക്കലും അത് തീരില്ല, അതിൻ്റെ ആവശ്യം. നമ്മളത് കുറയ്ക്കാൻ പഠിച്ചില്ല എങ്കിൽ, അതായത് ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചില്ല എങ്കിൽ അതിൻ്റെ ആവശ്യം എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങളുടെയും മനസ്സമാധാനവും ഇഷ്ടവും നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യണം, റെസ്റ്റ് ചെയ്യണം, ഏതേലും പണി ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.